പക്ക കോമഡി എൻ്റർടൈനറാണ്. അടികപ്പിയായ കൂട്ടമണി ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇതും ഒരു ഒരു ക്യാമ്പസ് ബേസ്ഡ്, എന്നാൽ ഫുള്ളി ക്യാമ്പസ് അല്ല, എന്നാൽ ക്യാമ്പസ് ബേസ്ഡ് ഒരു സബ്ജക്റ്റാണ്. അതിലൊരു 4 പയ്യന്മാരുണ്ട്. സഞ്ജയ്, സജിത്, പ്രിൻസ്, പിന്നെ വിനീത്, ക്യാരക്ടർ പേര് വിനീത്, പിന്നെ എലിസബത്ത്. ഇത് താരതമ്യേന അവര് കുടുംബങ്ങളാണ്. എന്നാൽ പോലും പിന്നെ നമ്മൾക്കുള്ള ഒരു മെയിൻ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് ഷൈൻ ടോം ചാക്കോ, മഞ്ജു ചേച്ചി, ബൈജു ചേട്ടൻ, അശോകൻ ചേട്ടൻ, ബാബു ആന്റണി ചേട്ടൻ, ജോൺ വിജയ്, പ്രേംകുമാർ ചേട്ടൻ, ശ്രീകാന്ത് വെട്ടിയ, അങ്ങനെ ഒരു വലിയൊരു താരനിരയുള്ള ഒരു സിനിമയാണ്. ഒരു എന്താ പറയുക, കപ്പിയാർ പോലെ ഒരു സിംഗിൾ ഹീറോ എന്ന് പറയുന്നതിനെക്കാട്ടിലും ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു കോമഡി, ഒരു പക്ക കോമഡി, ഒരു സ്നാപ്സ്റ്റിക് കോമഡി എന്റർടൈനർ. ആഘോഷമായിട്ട് എല്ലാവർക്കും വന്നിരുന്ന് കണ്ട് ചിരിച്ച് രസിച്ച് എന്റർടൈനറായി പോകാൻ പറ്റുന്ന ഒരു പക്ക കോമഡി എന്റർടൈനർ. 10 വർഷം മുമ്പാണ് ഒരു ക്രിസ്മസ് ഡിസംബറിലാണ് അടിക്കപ്പേരെ കൂട്ടമണി ഇറങ്ങുന്നത്. 10 വർഷത്തിന് ശേഷം അതേപോലെ ഒരു ഡിസംബർ 5-ാം തീയതി അടിനാശം വെള്ളപ്പൊക്കം ഇറങ്ങുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും ഉണ്ടാകും. പിന്നെ ഏറ്റവും ഈ പറഞ്ഞ സൂര്യഭാരതി ക്രിയേഷൻസ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ ഹൗസിന്റെ ആദ്യത്തെ സിനിമയാണ് അടിനാശം വെള്ളപ്പൊക്കം. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രൊഡക്ഷന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ അവരുടെ ആദ്യത്തെ പടം തന്നെ ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ, എന്നെപ്പോലെ ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. കാരണം ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു തരത്തിലും നമുക്കുള്ള ഒരു തലവേദനയോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ക്രിയേറ്റീവ് സൈഡിൽ നമുക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും തരാതെ നമുക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം തന്ന് സിനിമ ചെയ്യാൻ അനുവദിച്ച ഒരു പ്രൊഡക്ഷൻ ഹൗസാണ്. അത് വളരെ വളരെ റെയർ ആണ് അങ്ങനത്തെ പ്രൊഡക്ഷൻ ഹൗസുകളൊക്കെ കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആദ്യത്തെ പ്രൊഡക്ഷൻ ആദ്യത്തെ സിനിമ തന്നെ ചെയ്യാൻ പറ്റിയത് വളരെ ഒരു വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. മാത്രമല്ല, ഇപ്പോൾ ഈ പറയുന്ന ഈ ഒരു ഷോർട്ട് ഫിലിം കണ്ടസ്റ്റിന്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ, അതെന്ന് വെച്ചാൽ ഈ പറയുന്ന ഒരു ഷോർട്ട് ഫിലിം അത് ഈ നമ്മുടെ സിനിമയുടെ കൂടെ പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ഫുൾ സിനിമ ചെയ്യുന്നതിന്റെ എല്ലാ പ്രൊസീജിയേഴ്സും നമ്മളത് ചെയ്യണം. അതായത് അതിന് പ്രോപ്പർ സർട്ടിഫിക്കേഷൻ വേണം, അതിനുള്ള സെൻസർ സർട്ടിഫിക്കറ്റ്, അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മളത് ചെയ്യണം. അതായത് ഒരു സിനിമ ചെയ്യുന്ന കാര്യങ്ങൾ, സിനിമയ്ക്ക് നമ്മൾ തിയേറ്ററിൽ എത്തിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണോ അതെല്ലാം ഈ ഒരു 1.5 മിനിറ്റിന്റെ ഷോർട്ട് ഫിലിം അത് നമുക്ക് എക്സ്ട്രാ എമൗണ്ടും കൂടെ ചിലവാകുന്ന ഒരു കാര്യമാണ്. അതിന് അപ്പോൾ ഓരോ തിയേറ്ററുകൾക്കും കൊടുക്കാനുള്ള ഏകദേശം 2 ലക്ഷം രൂപ അടുപ്പിച്ച് അതിനുള്ള ഈ ഒരു ഷോർട്ട് ഫിലിം എല്ലാ തിയേറ്ററുകളിലും പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷൻ ഹൗസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2 ലക്ഷത്തോളം രൂപയുടെ എക്സ്ട്രാ ക്യാഷാണ്. പക്ഷേ ഞങ്ങൾ ഇങ്ങനെ ഒരു ആശയം അവരടുത്ത് അവതരിപ്പിച്ചപ്പോൾ ഒരു തടസ്സവും ഇല്ലാതെ അവരത് ഓക്കെ പറഞ്ഞു. ഏറ്റവും കൂടുതൽ ചാടി നിന്ന് ചേട്ടനാന്ന് തന്നെ പറയാം. അത്ര ഇനിഷ്യേറ്റീവ് എടുത്ത് തന്നെ നമുക്ക് എന്തായാലും ഉറപ്പായിട്ട് നമ്മളത് ചെയ്യണം. മനോജ് സാറിനെ അറിയിച്ചപ്പോൾ മനോജ് സാറും പൂർണ്ണമായിട്ട് സന്തോഷം. അദ്ദേഹത്തിന് ഇവിടെ എത്താൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് ഉറപ്പായിട്ട് ഇത് ചെയ്യണം. ക്യാഷ് അല്ല നമുക്ക് പ്രശ്നം. നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് നിങ്ങൾ കൊണ്ടുവരണം. അതിന് പൂർണ്ണമായിട്ടും സപ്പോർട്ട് തന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനി അത് വളരെ ചുരുക്കമാണ്, അല്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ പറയാം. ഇത്രയും ഈ പറയുന്ന ഒരു എഫേർട്ട് അല്ലെങ്കിൽ ഒരു മണി അവർ ചെയ്യുന്ന സിനിമയ്ക്ക് പുറമെ അവർ ചെലവാക്കുകയാണ്. അത് പ്രത്യേകം അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. 150 സിനിമകള് മാനേജറായിട്ടും എക്സിക്യൂട്ടീവ് ആയിട്ടും കൺട്രോളറായിട്ടും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആദ്യമായിട്ടാണ് ഒരു പ്രൊഡ്യൂസർ ലൊക്കേഷനിൽ വരാത്തത്. ഈ പറഞ്ഞ ലാസ്റ്റ് ഒരു ദിവസം മാത്രമാണ് പുള്ളി തരുന്നത്. സാമ്പത്തികമായിട്ട് എന്ത് നമ്മൾ ചോദിക്കുന്നോ അത് അപ്പം എത്തിച്ച് തന്നുകൊണ്ടിരുന്ന ഒരു നിർമ്മാതാവാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായിട്ട് ഇത് തുടക്കം മാത്രമാണ്. താരതമ്യമല്ലാത്ത ഒരു ചിത്രം തിയേറ്ററിൽ എത്തിച്ചാൽ അത് വിജയിപ്പിക്കുക എന്നുള്ള വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഇന്നത്തെ കാലത്ത് വിജയിപ്പിച്ച് തരേണ്ടത് മാധ്യമ സുഹൃത്തുക്കളാണ്. വരുന്ന ഡിസംബർ 5 വരെ നിങ്ങൾ എല്ലാവരും നമ്മളോട് സഹകരിച്ചാൽ, പടം വിജയിച്ചാൽ ഒരു ഗംഭീര പാർട്ടി തരാൻ മനസ്സുള്ളൊരു നിർമ്മാതാവാണ് നമ്മുടെ കൂടെ. പാർട്ടിന്ന് മാത്രമല്ല, എല്ലാ തരത്തിലും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ പടം വിജയിപ്പിക്കാൻ പരമാവധി സഹകരിക്കണം എന്ന് ഒന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്.